വൈകുന്നേരമായപ്പോൾ നമ്മളെല്ലാവരും കൂടി നമ്മുടെ അടുത്തുള്ള അയ്യപ്പൻ കോവിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് 8 ദിവസം വിളക്ക് വരെ നമ്മുടെ അയ്യപ്പൻ കോവിലിൽ ഇതുമാതിരി തന്നെ ഓരോ കലാപരിപാടികളും അതുമാതിരി തന്നെ അന്നദാനം ഉണ്ട് കേട്ടോ. കുറച്ചു നേരം പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വരി നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ചു നേരം വരുന്നതിന് ശേഷം നമ്മൾ മെയിൻ പരിപാടി ആയിട്ടുള്ള അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് പൊതുവെ വരി കുറച്ച് കുറവാണ് കേട്ടോ. കാരണം നമ്മളിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴാണ് കയറിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാടിന്റെ ആഘോഷമാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രായക്കാർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആവും ഈ ഒരു അയ്യപ്പൻ വിളക്കിനെ ഇപ്പോഴും പറയാനായിട്ട് ഉണ്ടാവുക. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എല്ലാം ചോദിച്ച് വാങ്ങുമായിരുന്നു എന്റെ അമ്മായി എന്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വലുതായപ്പോൾ നമുക്ക് ഇങ്ങനെ കറികളൊക്കെ ചോദിച്ച് വാങ്ങാൻ ഇത്തിരി മടിയായി തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഒരു പപ്പടം കൂടി കിട്ടുമെന്ന് വേണമെങ്കിൽ ഞാൻ ചോദിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പണ്ടത്തെ അത്ര വിശപ്പൊന്നും ഇല്ലടോ. പിന്നെ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ എത്ര കഴിച്ചു, എത്ര കലോറി ആയി എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ അതൊന്നും നോക്കുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് നമ്മുടെ അമ്പലത്തെ പ്രസാദം. പ്രത്യേകിച്ച് ഇതിൽ എന്താ ഉള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണ് കിട്ടുന്നത്. അപ്പൊ ഓക്കെ, ബൈ.